ഒരു കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവിയുടെ ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ടാണ് പല മുസ്ലിം സഹോദരന്മാരും നന്നായി ഒന്ന് ഞെട്ടിയത്. ഇന്ന് റംസാനാണത്രേ. ഈദ് ആശംസകൾ എന്നതിനു പകരം റംസാൻ ആശംസകൾ നേർന്ന ബിനോയ് വിശ്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇസ്ലാം തീവ്രവിശ്വാസി കൂടിയായ ആബിദ് അടിവാരം. റംസാൻ മാസം കഴിയുമ്പോഴാണ് ഈദ് ആഘോഷം എന്ന കാര്യം കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവിക്ക് അറിയില്ല എന്നും അദ്ദേഹം പരിഹസിച്ചു. എന്തായാലും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം. അത്തം തുടങ്ങി, ഇനി 10ാം നാൾ വിഷു. എന്തോ എവിടെയോ ഒരു പന്തികേട് തോന്നുന്നില്ലേ? റംസാൻ കഴിഞ്ഞ് മുസ്ലിങ്ങൾ ഈദ് ആഘോഷിക്കുന്ന ദിവസം എല്ലാവർക്കും റംസാൻ ആശംസകൾ എന്ന് കണ്ടാലോ ഒരു പന്തികേടും തോന്നില്ല. കാരണം മുസ്ലിം ജീവിതം ഇവിടുത്തെ പുരോഗമന ജീവികൾക്ക് അന്യമാണ്. ഓണത്തെയും വിഷുവിനെയും ഈസ്റ്ററിനെയും ക്രിസ്മസിനെയും അറിയുന്നത് പോലെ റംസാനും പെരുന്നാളും ബലി പെരുന്നാളും അവർക്കറിയില്ല. അതൊരു അറിവില്ലായ്മയല്ല, മനഃപൂർവ്വം അറിയാതിരിക്കാനുള്ള ശ്രമമാണത്. തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന ഒരു സഹജീവിയുടെ ആചാരങ്ങളും ആഘോഷങ്ങളും എന്ത് എന്ന് സാധാരണ മനുഷ്യർക്കറിയാം. പക്ഷെ ബുദ്ധിജീവികൾക്കറിയില്ല, മാധ്യമ പ്രവർത്തകർക്കും നേതാക്കൾക്കും അറിയില്ല. ഓരോ വർഷവും മുസ്ലിം ആഘോഷങ്ങളോടനുബന്ധമായി മലയാള പത്രങ്ങൾ കൊടുക്കുന്ന തലക്കെട്ടുകളിൽ നിന്ന് നമുക്കത് മനസ്സിലാകും. ഈ വോളിൽ പലതവണ ആ വിഷയം എഴുതിയിട്ടുണ്ട്. കേരള ജനസംഖ്യയുടെ 1/3 വരുന്ന ഒരു ജനവിഭാഗത്തിന്റെ ആഘോഷങ്ങളെക്കുറിച്ച് പ്രാഥമിക വിവരം പോലും ഇല്ലാത്തത് വെറും ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ല, കൂട്ടത്തിൽ എഴുത്തും വായനയും ഒക്കെയുള്ള കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവിക്കാണ്. ബാക്കിയുള്ളവരുടെ കാര്യം പറയാനുണ്ടോ? ബിനോയ് വിശ്വത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവി എന്നാണ് ആബിദ് അടിവാരം വിശേഷിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് നല്ല വായനയുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ നിസ്സാരമായ കാര്യം എന്നല്ല, അങ്ങനെ നിസ്സാരവൽക്കരിച്ച് പറയുകയല്ല. ഒരു കൂടെയുള്ള ഒരു മതവിഭാഗത്തിൽപ്പെട്ടവരുടെ ആഘോഷങ്ങൾ എന്തൊക്കെയാണ് എന്നറിയാൻ സ്വന്തം ആഘോഷങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ ആ ഒരു മനസ്സ് മാത്രം മതി. എനിക്ക് ക്രിസ്തുമസ് ഉള്ളതുപോലെ എൻ്റെ കൂടെയുള്ള എൻ്റെ മുസ്ലിം സഹോദരന് ഈദ് എന്ന ആഘോഷമുണ്ട്, അല്ലെങ്കിൽ അവരുടെ ആഘോഷങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു മനസ്ഥിതി, അത് എപ്പോഴൊക്കെയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ വിവരം അതുപോലും സാധാരണക്കാരായ അല്ലെങ്കിൽ ബുദ്ധിജീവി എന്ന് അവകാശപ്പെടുന്ന വലിയ കമ്മ്യൂണിസ്റ്റിൻ്റെ തലപ്പത്തിരിക്കുന്ന നേതാക്കന്മാർ എന്ന് അവകാശപ്പെടുന്ന ഇവർക്കൊന്നുമില്ല എന്നാണ് ആബിദ് അടിവാരം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തുറന്നടിച്ചിരിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തെ മാത്രമല്ല, നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തകർക്കും ഇതിനെക്കുറിച്ച് വേണ്ടത്ര പരിജ്ഞാനമില്ല എന്നാണ് ആബിദ് അടിവാരം പറയുന്നത്. അതിൽ നിന്നുള്ള ഏറ്റവും വലിയ തെളിവ് ഈ ദിവസങ്ങളിലെ പത്രത്തിലെ തലക്കെട്ടുകളാണ് എന്നും പറയുന്നു. അത് എന്തുകൊണ്ടാണ്? അത് മനഃപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യമാണ്. വിഷു പോലെയോ ഓണം പോലെയോ ക്രിസ്തുമസ് പോലെയോ ഒക്കെ മനസ്സിലാക്കി വെക്കാനുള്ള ഉത്സവങ്ങളുടെ പേരുകൾ തന്നെയാണ് ഇതെല്ലാം. പക്ഷേ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ജനസംഖ്യയുടെ 1/3 വരുന്ന മുസ്ലിങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനുള്ള മനസ്സ് ഇവിടുള്ള ജനങ്ങൾക്ക്, ബുദ്ധിജീവികളെന്ന് അവകാശപ്പെടുന്ന ജനങ്ങൾക്ക്, കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികൾക്ക് ഇല്ല എന്ന് ആബിദ് അടിവാരം തുറന്നടിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഈ പോസ്റ്റിന് താഴെ ഒരു ശ്രദ്ധേയമായ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. അതൊരു ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം എഴുതിയിരിക്കുന്നത്, ഞാൻ ആ പേര് ഓർക്കുന്നില്ല. ദുഃഖവെള്ളിയുടെ അവധി ദിവസം അത്യാവശ്യ ജോലിക്ക് എന്നെ ഓഫീസിൽ വിളിച്ചു വരുത്തിയ ഒരു അഡീഷണൽ സെക്രട്ടറി ലെവൽ മേലുദ്യോഗസ്ഥനുണ്ടായിരുന്നു എനിക്കെന്നാണ് ആ കുറിപ്പിലുള്ളത്, ആ കമന്റിലുള്ളത്. നല്ല മനുഷ്യനായിരുന്നു. അത്ര ഇഷ്ടത്തോടെ അല്ലാതെ അന്ന് ഓഫീസിലെത്തി എന്നെ സന്തോഷിപ്പിക്കാനായി പുള്ളി കണ്ട ഉടനെ ഹാപ്പി ഗുഡ് ഫ്രൈഡേ എന്ന് ആശംസിച്ചു. ദുഃഖവെള്ളിക്ക് ചേർന്ന ആശംസയല്ല അത് എന്ന് എൻ്റെ വിശദീകരണമൊന്നും പുള്ളിക്ക് മനസ്സിലായില്ല. നമുക്കറിയാം, ദുഃഖവെള്ളി എന്ന് പറയുന്നത് സന്തോഷം നിറഞ്ഞ ഒരു അവസരമല്ല. അത് ക്രിസ്ത്യാനികൾ, ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവർ വേദനയോടെ അല്ലെങ്കിൽ ദുഃഖത്തോടു കൂടി ആചരിക്കുന്ന ഒരു ദിവസമാണ് ദുഃഖവെള്ളി എന്ന് പറയുന്നത്. മലയാളത്തിൽ നമ്മൾ ദുഃഖവെള്ളി എന്ന് പറയുമെങ്കിൽ ഇംഗ്ലീഷ് ഗുഡ് ഫ്രൈഡേ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളത് എന്താണ്, ആ ആചാരം എന്താണ്, ആ ആഘോഷം എന്താണ് എന്ന് മനസ്സിലാക്കാത്ത, ഇപ്പോൾ അഡീഷണൽ സെക്രട്ടറി ലെവലുള്ള ഒരു വ്യക്തിയാകുമ്പോൾ അതുപോലും അറിയാത്ത ആൾക്കാരാണ് ഇങ്ങനെയുള്ള പൊസിഷനിൽ ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് വളരെ മോശമായ ഒരു കാര്യമാണ് എന്ന് തന്നെയാണ് ഈ കമന്റിലൂടെ പറയാൻ ആ വ്യക്തിയും ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും നമ്മുടെ കൂടെ ഉള്ളവരുടെ ആഘോഷങ്ങൾ, നമ്മുടെ ജീവികളുടെ ആഘോഷങ്ങൾ, അതെല്ലാം മനസ്സിലാക്കാനുള്ളൊരു മനസ്സുണ്ടാവുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. സംസ്ഥാനത്ത് ഇന്ന് ചെറിയ പെരുന്നാൾ റംസാൻ 29 പൂർത്തിയാക്കിയാണ് ഇസ്ലാം മതവിശ്വാസികൾ ഈദ് ഉൽ ഫിത്തർ ആഘോഷിക്കുന്നത്. പെരുന്നാൾ നമസ്കാരത്തിനായി ഈദ്ഗാഹുകളും പള്ളികളും ഒരുങ്ങിക്കഴിഞ്ഞു. തക്ബീർ ധ്വനികളാൽ മുഖരിതമാണ് പള്ളികൾ. എങ്ങും ചെറിയ പെരുന്നാളിന്റെ സന്തോഷവും ആഘോഷവും മാത്രമാണ് കാണാനുള്ളത്. ശരിക്കും നന്മകൾ നിറഞ്ഞ മനസ്സുമായിട്ടാണ് ഈദ് ആഘോഷത്തിലേക്ക് വിശ്വാസികൾ ഇന്ന് കിടക്കുന്നത്. എല്ലാവരും പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് നമസ്കാരത്തിനെത്തും. പരസ്പരം ആശ്ലേഷിക്കുക, സന്തോഷം പങ്കുവയ്ക്കുക, അങ്ങനെയൊക്കെയാണ് നമസ്കാരം കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് മടങ്ങുക. ഉച്ചയ്ക്ക് ശേഷം ഉച്ചയോടുകൂടി കുടുംബാംഗങ്ങളുമായി ഒത്തുചേർന്ന് ആഘോഷം, പിന്നെ ബന്ധുവീടുകളിലേക്കുള്ള യാത്ര. ലഹരിയിൽ നിന്ന് വിശ്വാസ സമൂഹം മാറി നിൽക്കണമെന്ന് പുരോഹിതർ പറയുന്നു. ആഘോഷങ്ങൾ അതിരുവിടരുത് എന്ന് പറയുന്നു. എന്തായാലും വളരെ വ്യക്തമായ ഭാഷയിൽ മാധ്യമപ്രവർത്തകർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് ആബിദ് അടിവാരം പറഞ്ഞതിൻ്റെ ആ ഒരു വെളിച്ചത്തിൽ ഒന്നുകൂടി വ്യക്തമായ ഭാഷയിൽ എല്ലാ മുസ്ലിം സഹോദരങ്ങൾക്കും സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞ ഈദ് ആശംസകൾ ഞങ്ങളും നേരുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.